Good morning. Reduction reactions in organic chemistry ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മൂന്നാമത്തെ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് എന്തൊക്കെയായിരുന്നു? മെറ്റൽ ഡിസോൾഡ് ഇൻ സോൾവെന്റ് ടൈപ്പ് റിഡക്ഷൻസ് ആയിരുന്നു. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ക്ലമ്മൻസൺ റിഡക്ഷൻ ആണ്. ക്ലമ്മൻസൺ അത് ഒരു കാർബണൈൽ കോമ്പൗണ്ടിന്റെ റിഡക്ഷൻ ആണ്. ഇപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞത് ഒരു സി ഡബിൾ ബോണ്ട് സിയുടെ മെയിൻ ആയിട്ട് സി ഡബിൾ ബോണ്ട് സി അല്ലെങ്കിൽ സി ട്രിപ്പിൾ ബോണ്ട് സിയുടെ റിഡക്ഷൻസ് ആയിരുന്നു. ക്ലമൻസൺ റിഡക്ഷൻ വരുമ്പം അവിടെ സി ഡബിൾ ബോണ്ട് ഓയുടെ റിഡക്ഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലമൻസൺ റിഡക്ഷൻ, this reaction was first reported by Clement of Park Davis in 1913. This is the reduction of carbonyl groups in aldehydes and ketone to methylene group. This reaction done with zinc amalgam and hydrochloric acid. Zinc amalgam പറയുമ്പം സിങ്കും മെർക്കുറിയും, zinc amalgam in hydrochloric acid, and it is generally known as Clemmensen reduction. The Clemmensen reduction is particularly effective at reducing aryl alkyl ketone such as those formed in a Friedel-Crafts acylation. Friedel-Crafts acylation alkylation പറയുമ്പം ബെൻസിൻ ഒരു അരോമാറ്റിക് റിങ്ങിന്റെ പുറത്ത് ഒരു ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരുമ്പം ആ ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂവന്റിനെ റീഅറേഞ്ച്ഡ് പ്രൊഡക്റ്റ് ഫോം ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ അസൈലേഷൻ വരുമ്പം അങ്ങനെ ഒരു റീഅറേഞ്ച്മെന്റ് നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ലോങ് ചെയിൻ ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അരോമാറ്റിക് കോമ്പൗണ്ട്സ് ഒക്കെ ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ നടത്തിയാൽ മതി. അല്ലെങ്കിൽ ലോങ് ചെയിൻ ആൽക്കൈൽ ഗ്രൂപ്പ് ആൽക്കൈൽ ഹാലൈഡ് വെച്ച് ട്രീറ്റ് ചെയ്താൽ അവിടെ ഫോം ചെയ്യുന്നത് കാർബോകാറ്റയോൺ. ഇതൊക്കെ നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചതാ. കാർബോകാറ്റയോൺ ആയിരിക്കും. അപ്പോൾ ആ കാർബോകാറ്റയോൺ മോസ്റ്റ് സ്റ്റേബിൾ കാർബോകാറ്റയോണിലേക്ക് റീഅറേഞ്ച്മെന്റ് നടന്ന് അവിടെ നമുക്ക് ഒരു റീഅറേഞ്ച്ഡ് ആൽക്കൈൽ കാർബോകാറ്റയോൺ ആണ് അരോമാറ്റിക് റിങ്ങിന്റെ പുറത്ത് അറ്റാച്ച് ചെയ്യുക. അതേസമയം ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ ആകുമ്പോൾ അസൈലിയം അയോൺ ആണ്. അതിന് കാർബോകാറ്റയോണിന്റെ പോലെ എന്ത് പോസിബിൾ അല്ല, റീഅറേഞ്ച്മെന്റ് പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ലോങ് ചെയിൻ ഒരു അസൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അരോമാറ്റിക് കോമ്പൗണ്ട് നമുക്ക് ആദ്യം ഫോം ചെയ്യാൻ പറ്റും. ഈ അസൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡിനെ സി ഡബിൾ ബോണ്ട് ഓനെ നമുക്ക് CH2 ആക്കി കൺവേർട്ട് ചെയ്താൽ നമുക്ക് ലോങ് ചെയിൻ ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അരോമാറ്റിക് കോമ്പൗണ്ട് ഫോം ചെയ്യും. അപ്പോൾ ഈ സി ഡബിൾ ബോണ്ട് ഓ ഗ്രൂപ്പിനെ CH2 ആക്കി കൺവേർട്ട് ചെയ്യാൻ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന റിയാക്ഷൻ ആണ് ക്ലമ്മൻസൺ റിഡക്ഷൻ എന്ന് പറയുന്നത്. റിയാക്ഷൻ എന്ന് പറയുന്നത് കണ്ടോ, R1 സി ഡബിൾ ബോണ്ട് ഓ R2 സിങ്ക് അമാൽഗം HCl. ആ സി ഡബിൾ ബോണ്ട് ഓ പോയിട്ട് CH2 ആയിട്ട് മാറും. ഇനി ഇതിന്റെ മെക്കാനിസത്തിലേക്ക് നോക്കാം നമുക്ക്. മെക്കാനിസം ക്ലമ്മൻസൺ റിഡക്ഷന്റെ മെക്കാനിസം ഈസ് നോട്ട് മെക്കാനിസം ഓഫ് ക്ലമ്മൻസൺ റിഡക്ഷൻ ഈസ് അൺസർട്ടൻ. ഒരു കൃത്യമായിട്ടൊരു മെക്കാനിസം ഇതിന് പ്രപ്പോസ് ചെയ്തിട്ടില്ല, കൃത്യതയില്ല. പക്ഷേ ഇങ്ങനെയാവാം നടക്കുന്നത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. The following reaction pathway involves the transfer of electron from the metal surface to the carbon atom of the protonated carbonyl group. Has been proposed transfer of 4 electrons from zinc metal to 1 molecule takes place. ഇങ്ങനെ ഒരു മെക്കാനിസം ആണ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് കണ്ടോ, കൊളസ്റ്റൈൻ 3 ഓണിനെ ക്ലമ്മൻസൺ റിഡക്ഷൻ നടത്തിയപ്പോൾ സി ഡബിൾ ബോണ്ട് ഓ എന്നുള്ളത് CH2 ആയിട്ട് മാറി, കൊളസ്റ്റൈൻ ആയി മാറി. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് നമ്മൾ പറഞ്ഞു. ദിസ് റിയാക്ഷൻ ഹാസ് വൈഡ്ലി യൂസ്ഡ് ടു കൺവേർട്ട് എ കാർബണൈൽ ഗ്രൂപ്പ് into a methylene group. Also important application in preparation of polycyclic aromatics and aromatics containing unbranched side hydrocarbon chain. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. To reduce aliphatic and mixed aliphatic aromatic carbonyl compounds. രണ്ട് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഹെപ്റ്റനാൽ സിങ്ക് അമാൽഗം വെച്ച് ട്രീറ്റ് ചെയ്യുമ്പം ഹെപ്റ്റെയിൻ ഫോം ചെയ്യും. ബെൻസോയിൽ സൈക്ലോപ്രോപ്പെയിൻ അലൈൽ ബെൻസീൻ ഫോം ചെയ്യും എന്ന് പറഞ്ഞാൽ സി ഡബിൾ ബോണ്ട് ഓ ഗ്രൂപ്പ് പോയിട്ട് CH2 അവിടെ വരും. നമ്മൾ പറയാൻ പോകുന്നത് വോൾഫ്-കിഷ്ണർ റിഡക്ഷൻ ആണ്. വോൾഫ്-കിഷ്ണർ റിഡക്ഷൻ ഇതിന്റെ തൊട്ട് ബാക്കിൽ പറയാനുള്ള കാരണം ക്ലമ്മൻസൺ റിഡക്ഷൻ പോലെ തന്നെ സി ഡബിൾ ബോണ്ട് ഓ ഗ്രൂപ്പിനെ CH2 ആക്കി മെഥിലീൻ ആക്കി കൺവേർട്ട് ചെയ്യുന്ന റിയാക്ഷൻ ആണ് വോൾഫ്-കിഷ്ണർ റിഡക്ഷൻ വരുന്നത്. അപ്പോൾ വോൾഫ്-കിഷ്ണർ റിഡക്ഷൻ വാസ് ഡിസ്കവേർഡ് ബൈ വോൾഫ് ആൻഡ് കിഷ്ണർ.
The Wolff-Kishner reduction is a reaction used in organic chemistry to convert carbonyl functionalities into methylene group. Wolff-Kishner reduction is an organic reaction used to convert an aldehyde or ketone to an alkane using hydrazine, base and thermal condition. Conditions നോക്കുക, ഹൈഡ്രസീൻ ആണ്, പിന്നെ ഒരു ബേസ്, പിന്നെയോ തെർമൽ കണ്ടീഷനും വേണം. Because the Wolff-Kishner reduction requires highly basic condition, it is suitable for base sensitive. It is unsuitable for base sensitive substrates. General reaction ഇങ്ങനെയാണ് പറയുക, R1 C double bond O R2. നമ്മളെ ക്ലമൻസൺ റിഡക്ഷൻ പറഞ്ഞ പോലെ തന്നെ റിയാക്ഷൻ നടന്നിട്ടുള്ള പ്രൊഡക്റ്റ് സെയിം ആണ്, റിയേജൻസിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഹൈഡ്രസീൻ എന്ന് പറഞ്ഞാൽ NH2 ഒരു ബേസ് ഹീറ്റ് ചെയ്യുമ്പം നമുക്ക് എന്ത് കിട്ടും? R1 CH2 R2 എന്ന് പറഞ്ഞാൽ C ഡബിൾ ബോണ്ട് O എന്നുള്ളത് CH2 ആയിട്ട് മാറി. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ മെക്കാനിസം നോക്കാം. മെക്കാനിസം അപ്പോൾ അവിടെ നമ്മൾ ജനറൽ റിയാക്ഷൻ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, C ഡബിൾ ബോണ്ട് O R2 എന്നുള്ളത് NH2 ആയിട്ട് റിയാക്ട് ചെയ്ത് C ഡബിൾ ബോണ്ട് NH2 പിന്നെ R2 എന്ന് പറഞ്ഞാൽ O മാറിയിട്ട് ഒരു N അവിടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. N അറ്റാച്ച് ചെയ്യുമ്പോൾ അതുമുള്ള 2 ഹൈഡ്രജൻസ് പോവുണ്ടാവും. അപ്പം അങ്ങനെ മെക്കാനിസം പറയുന്നത്, ഹൈഡ്രസീൻ കണ്ടോ, കാർബണിലേക്ക് ഹൈഡ്രസീനിലുള്ള കാർബൺ എന്താണ്? ഇലക്ട്രോഫിലിക് സെന്റർ ആണ്. അങ്ങോട്ട് ഹൈഡ്രസീനിലുള്ള നൈട്രജൻ വിത്ത് ഇറ്റ്സ് ഇലക്ട്രോൺ പെയർ ന്യൂക്ലിയോഫിലിക് സെന്റർ ആണ്, അത് അറ്റാച്ച് ചെയ്യും. അപ്പോൾ ആ C ഡബിൾ ബോണ്ട് ഓയിലുള്ള ഡബിൾ ബോണ്ട് ഇലക്ട്രോൺ ഓക്സിജനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പം NC ബോണ്ട് ഫോം ചെയ്തു. ഇനി ഈ NC ബോണ്ടിൽ നിന്ന് പിന്നെന്താണ്, അവിടെ നൈട്രജൻ്റെ അറ്റാച്ച് ചെയ്തിട്ടുള്ള നൈട്രജൻ്റെ പുറത്ത് N+H ഉണ്ടല്ലോ, ആ Hനെ OH- റിമൂവ് ചെയ്യും. പിന്നെ O- ഉണ്ടല്ലോ, ആ O- ഒരു പ്രോട്ടോണിനെ സോൾവെന്റിൽ നിന്ന് അബ്സ്ട്രാക്ട് ചെയ്ത് OH ആയിട്ട് മാറും. വീണ്ടും ഒരു OH- വന്നിട്ട് നൈട്രജൻ്റെ പുറത്തുനിന്ന് ഒരു പ്രോട്ടോണിനെ റിമൂവ് ചെയ്ത് OHലുള്ള ഓക്സിജന്റെ പുറത്തുള്ള ഹൈഡ്രജൻ റിമൂവ് ചെയ്ത് അവിടെ OH എന്ന് പറഞ്ഞത് OH- ആയിട്ട് റിമൂവ് ചെയ്യും. ഈസിലി ലിവിങ് ഗ്രൂപ്പ് ആയിട്ടുള്ള OH- ലിവിങ് ഗ്രൂപ്പ് ലീവ് ചെയ്തിട്ട് NC ഇപ്പോൾ ഫോം ചെയ്തിട്ടുള്ള NC ബോണ്ട് N ഡബിൾ ബോണ്ട് C ആയിട്ട് മാറും. ഇനി ഈ N ഡബിൾ ബോണ്ട് C ആയിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നടക്കുന്നത് കണ്ടോ, OH- വന്ന് NH2ന്റെ പുറത്തുനിന്ന് ഒരു പ്രോട്ടോണിനെ അബ്സ്ട്രാക്ട് ചെയ്തു. അപ്പം C ഡബിൾ ബോണ്ട് NH- ആണുള്ളത്. അവിടെ നിന്ന് വീണ്ടും ഒരു OH- വന്നിട്ട് പ്രോട്ടോണിനെ അബ്സ്ട്രാക്ട് ചെയ്ത് റീഅറേഞ്ച്മെന്റ് നടന്ന് N2 എലിമിനേഷൻ നടന്ന് അവിടെ ഒരു R1 CH R2, ആ CHന്റെ പുറത്ത് മൈനസ് ചാർജ് ഉള്ളൊരു കോമ്പൗണ്ട് ഫോം ചെയ്യും. ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് സ്പീഷീസ് സോൾവെന്റിൽ നിന്ന് പ്രോട്ടോണിനെ അബ്സ്ട്രാക്ട് ചെയ്ത് R1 CH2 R2 എന്ന് പറയുന്ന നമ്മളെ ആൽക്കെയിനായിട്ട് മാറും. അങ്ങനെയാണ് മെക്കാനിസം വരുന്നത്. ഒരുപാട് മോഡിഫിക്കേഷൻ നടന്നിട്ടുണ്ട് വോൾഫ്-കിഷ്ണർ റിഡക്ഷനിൽ. പിന്നെ ഫർദർ മോഡിഫിക്കേഷൻസ് ഒരുപാട് നടന്നിട്ടുണ്ട്. ആ റിയാക്ഷൻ വാസ് എക്സ്റ്റെൻസീവ്ലി മോഡിഫൈഡ്. ഫസ്റ്റ് വൺ ഓഫ് ദ modification uses the Huang-Millan modification. Huang-Millan modification ആണ് ഫസ്റ്റ് മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. Using distillation to remove excess water and also used 85% hydrazine and solvent used is ethylene glycol. Ethylene glycol solvent ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത് Huang-Millan modificationൽ പറയുന്നത്. In addition, the Wolff-Kishner reduction has been carried out in DMSO instead of hydroxylic solvent by addition of hydrazones into anhydrous DMSO containing freshly sublimed potassium third butoxide. അത് വേറൊരു മോഡിഫിക്കേഷൻ ആണ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെരി ബ്രോഡ് ആപ്ലിക്കേഷൻ ഇൻ ഓർഗാനിക് സിന്തസിസ്, എസ്പെഷ്യലി ഫോർ മൾട്ടിവാൽഡ് കാർബൺ നാനോ ട്യൂബ്സ്. പിന്നെ നമ്മൾ ലോങ് ചെയിൻ ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അരോമാറ്റിക് കോമ്പൗണ്ട്സ് ഉണ്ടാക്കണമെങ്കിലൊക്കെ നമുക്ക് വോൾഫ്-കിഷ്ണർ അല്ലെങ്കിൽ ക്ലെമൻസൺ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ Wolff-Kishner reduction has also been used in kilogram scale for the synthesis of functionalized imidazole substrate. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു റിഡക്ഷൻ റിയാക്ഷൻസ് ആണ് ക്ലെമൻസണും വോൾഫ്-കിഷ്ണറും.
റിഡക്ഷൻ ബൈ മിസലേനിയസ് റെഡ്യൂസിങ് ഏജൻസിൽ വരുന്നതാണ് നമ്മൾ വോൾഫ് കിഷ്ണർ റിഡക്ഷൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. അതായത് ഹൈഡ്രസീൻ വെച്ചിട്ട് കാർബണൈൽ കോമ്പൗണ്ടിനെ കറസ്പോണ്ടിങ് ആൽക്കെയിൻസ് ആക്കി മാറ്റുന്ന പരിപാടി. അതുപോലെയുള്ള ഒരു മിസലേനിയസ് റെഡ്യൂസിങ് ഏജന്റ് ആണ് ഡൈഇമൈഡ്. ഡൈഇമൈഡ് എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ ഹൈഡ്രസീൻ എന്തായിരുന്നു, NH2 ആയിരുന്നു. ഡൈഇമൈഡ് എന്ന് പറഞ്ഞാൽ NH ഡബിൾ ബോണ്ട് NH, നൈട്രജൻ രണ്ട് നൈട്രജൻസ് ഡബിൾ ബോണ്ടിൽ ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. ഡൈഇമൈഡ് ഈസ് എ ഹൈലി സെലക്റ്റീവ് റിയേജന്റ് ആൻഡ് ഈസ് യൂസ്ഫുൾ ഫോർ ദ റിഡക്ഷൻ ഓഫ് സിമെട്രിക്കൽ ഡബിൾ മൾട്ടിപ്പിൾ ബോണ്ട്സ് ലൈക്ക് കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട് ഓർ ഡബിൾ ബോണ്ട്, nitrogen nitrogen double bond, oxygen oxygen double bond, etc. The unsymmetrical more polar bonds like nitrogen carbon triple bond, S double bond or C double bond, yes, are not reduced. This reagent is prepared usually by the oxidation of hydrazine. റിയേജൻറ്റിൻ്റെ പ്രിപ്പറേഷൻ നോക്കണം. ചില കേസുകളിൽ റിയാക്ഷൻ ആരോടെ മേലെ നമ്മൾ റിയേജൻ്റ് എഴുതുന്ന സ്ഥാനത്ത് ഡൈഇമൈഡ് എന്നുള്ളത് എഴുതിയിട്ടുണ്ടാവില്ല. പക്ഷേ ഈ പ്രിപ്പറേഷൻ ഡൈഇമൈഡിൻ്റെ പ്രിപ്പറേഷന് വേണ്ട സാധനങ്ങളെല്ലാം എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ആ റിയേജൻസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം അവിടെ ഡൈഇമൈഡ് റിഡക്ഷൻ ആണ് അവിടെ നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് പ്രിപ്പറേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രസീനെ H2O2ഉം കോപ്പറും വെച്ച് ഓക്സിഡേഷൻ നടത്തിയാൽ ഡൈഇമൈഡ് ഫോം ചെയ്യും. Oxidation of hydrazine with an oxidizing agent like hydrogen peroxide or by thermal decomposition of para-toluene sulfonyl hydrazide. Para-toluene sulfonyl hydrazide-നെ ഹീറ്റ് ചെയ്താൽ നമുക്ക് എന്ത് ഫോം ചെയ്യും, ഡൈഇമൈഡ് ഫോം ചെയ്യും. അപ്പോൾ നമുക്ക് ഓക്സിഡേഷൻ നടക്കണ്ട, റിഡക്ഷൻ നടക്കണ്ട റിയാക്റ്റൻറ്റും പിന്നെ പാരാടോളുവിൻ സൾഫണൈൽ ഹൈഡ്രസൈഡ് എന്ന് പറഞ്ഞാൽ ടൊസൈൽ ഹൈഡ്രസൈഡും ഹീറ്റ് ചെയ്താൽ അപ്പോൾ അവിടെ എന്ത് റിയാക്ഷനാണ് നടക്കുക, പാരാടോളുവിൻ സൾഫണൈൽ ഹൈഡ്രസൈഡ് ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡൈഇമൈഡ് ഫോം ചെയ്യും. ഈ ഡൈഇമൈഡിൻ്റെ യൂസ് ചെയ്തിട്ടുള്ള റിഡക്ഷനാണ് അവിടെ നടക്കുക. പിന്നെ തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് അസോ ഡൈകാർബോക്സിലിക് ആസിഡ് ഹീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അസോ ഡൈകാർബോക്സിലിക് ആസിഡ് ഹീറ്റ് ചെയ്യുമ്പം എന്ത് ഫോം ചെയ്യും, ഡൈഇമൈഡ് ഫോം ചെയ്യും. ഇതാണ് മൂന്നാമത്തെ മെത്തേഡ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ റിയാക്ഷനിൽ ഇപ്പം നമുക്ക് നമ്മൾ എക്സാമ്പിൾസിൽ കാണാം. അത് കണ്ടോ, റിയാക്ഷനിൽ ആരോ മാർക്കിൻ്റെ മേലെ ഡൈഇമൈഡ് എന്നല്ല എഴുതിയിട്ടുള്ളത്, ടൊസൈൽ ഹൈഡ്രസൈഡ് ബോയിലിംഗ് ഗ്ലൈക്കോൾ എന്ന് പറയുമ്പോൾ ടൊസൈൽ ഹൈഡ്രസൈഡിനെ ബോയിലിംഗ് ഗ്ലൈക്കോൾ കൊടുത്താൽ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം അവിടെ ഡൈഇമൈഡ് ആണ് ഫോം ചെയ്യുന്നത്, ഡൈഇമൈഡ് റിഡക്ഷൻ ആണ് നടക്കുന്നത് എന്നുള്ളത്. The selectivity of the reagent is demonstrated by the reduction of diallyl sulfide to dipropyl sulfide. Yes, ഇവിടെ ഡൈഅലൈൽ സൾഫൈഡ് ഡൈപ്രൊപ്പൈൽ സൾഫൈഡ് ആക്കി റിഡക്ഷൻ നടക്കുക. അതാണ് ഇവിടെ റിയാക്ഷൻ നടന്നത്. ഇപ്പം ആൽക്കീനിനെ ആൽക്കെയിനാക്കി മാറ്റുന്ന റിയാക്ഷനാണ്. അതിൻ്റെ പ്രത്യേകത എന്തുണ്ട്, ദ റിഡക്ഷൻ ഈസ് ഹൈലി സ്റ്റീരിയോ സെലക്റ്റീവ് ആൻഡ് ടേക്സ് പ്ലേസ് ബൈ സിസ് അഡീഷൻ. അപ്പം ഡൈഇമൈഡ് എന്ന് പറയുന്നതിൽ നിന്ന് ആ നൈട്രജൻ്റെ പുറത്ത് അറ്റാച്ച് ചെയ്തിട്ടുള്ള രണ്ട് ഹൈഡ്രജൻസ്, ആ ഹൈഡ്രജന് നമ്മളെ ആൽക്കീനുമായിട്ടൊരു 6 മെമ്പേർഡ് ട്രാൻസിഷൻ സ്റ്റേറ്റ് ഫോം ചെയ്തിട്ട് ഒരു സിങ്ക്രോണസ് ട്രാൻസ്ഫർ ഓഫ് എ പെയർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ത്രൂ എ സൈക്ലിക് 6 മെമ്പേർഡ് ട്രാൻസിഷൻ സ്റ്റേറ്റ് ആണ് ഇവിടെ നടക്കുന്നത്. ചിത്രം തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്ത് ഫോം ചെയ്യും, നമ്മളെ ഡൈഇമൈഡിൻ്റെ പുറത്തുണ്ടായിരുന്ന ഹൈഡ്രജൻ രണ്ട് സി ഡബിൾ ബോണ്ട് സി ആയിട്ടുണ്ടായിരുന്ന കാർബണിലേക്ക് സിങ്ക്രോണസ് ട്രാൻസ്ഫർ നടന്ന് ഡബിൾ ബോണ്ട് പോയി അവിടെ സിംഗിൾ ബോണ്ട് വരും. ഡൈഇമൈഡിൻ്റെ സ്ഥാനത്ത് N2 മോളിക്യൂൾ എലിമിനേറ്റും ചെയ്യും. This mechanism explains the high stereospecificity of the reduction. The concerted cis transfer of hydrogen is symmetry allowed for the ground state reaction. Some other applications of diimide are given below. വേറെ കുറച്ച് അപ്ലിക്കേഷൻസും കൂടി തന്നിട്ടുണ്ട്. ഇപ്പം ഒരു അൺസാച്ചുറേറ്റഡ് കാർബോക്സിലിക് ആസിഡ് ടൊസൈൽ ഹൈഡ്രസൈഡ് ബോയിലിംഗ് ഗ്ലൈക്കോൾ കൊടുക്കുമ്പം സാച്ചുറേറ്റഡ് കാർബോക്സിലിക് ആസിഡായി മാറി. പിന്നെ അസോബെൻസീൻ കണ്ടോ, അസോബെൻസീൻ N ഡബിൾ ബോണ്ട് N ഉള്ളതാണ്. അസോ ഡൈകാർബോക്സിലിക് ആസിഡ് വെച്ച് ഹീറ്റ് ചെയ്യുമ്പോൾ
ഹൈഡ്രാസോബെൻസീനായി മാറി എന്ന് പറഞ്ഞാൽ എൻ ഡബിൾ ബോണ്ട് എൻ പോയിട്ട് NH സിംഗിൾ ബോണ്ട് NH ആയി മാറി. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് പാരാനൈട്രോസിന്നമിക് ആസിഡ്. നൈട്രോസിന്നമിക് ആസിഡ് പാരാനൈട്രോഫിനൈൽ പ്രൊപ്പിയോണിക് ആസിഡ് ആയിട്ട് മാറി. ഇങ്ങനെ ഡൈമൈഡ് സി ഡബിൾ ബോണ്ട് സിനെ സി സിംഗിൾ ബോണ്ട് സി ആയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഇപ്പം 2 ഹൈഡ്രജനും ഒരേ സൈഡിൽ നിന്നാണ്. അത് നമുക്ക് അവസാനത്തെ എക്സാമ്പിളിൽ മനസ്സിലാവും. നമ്മളെ സൈക്ലിക് ഫോമിൽ കണ്ടോ, COOHകൾ രണ്ടും റിഡക്ഷൻ നടന്നിട്ട് കിട്ടിയ പ്രൊഡക്റ്റിൽ 2 COOHകളും താഴത്തേക്കും 2 ഹൈഡ്രജനും മുകളിലേക്കുള്ള പ്രൊഡക്റ്റാണ് നമുക്ക് ഫോം ചെയ്യുന്നത്. അത് നമുക്ക് എവിടുന്ന് മനസ്സിലാക്കാം? അത് നമ്മളെ ഹൈലി സ്റ്റീരിയോ സെലക്റ്റീവ് സിസ് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ആണ് എല്ലാ കേസുകളിലും നടക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ഒരു പ്രൂഫാണ്, ഒരു തെളിവാണ് ഈ തന്നിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മിർവിൻ പോണ്ടോഫ് വേർലി റിഡക്ഷൻ എന്ന് പറയുന്ന MPV റിഡക്ഷൻ എന്ന് ചുരുക്കപ്പേരിൽ അറിയുന്ന റിഡക്ഷൻ റിയാക്ഷൻ ആണ്. ഇപ്പോൾ ഓപ്പൺ ഓവർ ഓക്സിഡേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ നേരെ റിവേഴ്സ് ആണ് MPV റിഡക്ഷൻ. ഓപ്പൺ ഓവർ ഓക്സിഡേഷൻ റിയാക്ഷൻ നടത്തുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇപ്പോൾ MPV റിഡക്ഷൻ എങ്ങനെയാണ്? കാർബണൈൽ കോമ്പൗണ്ടിൻ്റെ റിഡക്ഷൻ. കാർബണൈൽ കോമ്പൗണ്ടിൻ്റെ റിഡക്ഷൻ നടത്തിയാൽ നമുക്ക് ആൽക്കഹോൾ കിട്ടും. ആ റിയാക്ഷനാണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് നോക്കാം. MPV reduction is the reduction of aldehydes and ketones to their corresponding alcohols utilizing aluminum oxide catalysis in the presence of sacrificial alcohol. MPV reduction was discovered by Mervin and Schmidt and separated by Verdi. They found that the mixture of aluminum oxide and ethanol could reduce aldehyde to alcohol. Pandroff applied the reaction to ketone and upgraded the catalyst to aluminum isopropoxide in isopropanol. Generally, നമുക്ക് reaction conversion of aldehyde or ketone into corresponding alcohol by treatment with aluminum isopropoxide and isopropanol solution. This reaction is reversible and this reversible reaction is called open over oxidation. അപ്പം നോക്കുക, എങ്ങനെ ഒരു കീറ്റോണ് അലുമിനിയം ഐസോപ്രൊപ്പോക്സൈഡും ഐസോപ്രൊപ്പനോൾ ഒരു ആൽക്കഹോളും. ആൽക്കഹോളിൻ്റെ പ്രസൻസിൽ ഈ കീറ്റോൺ എന്തായിട്ട് മാറും? ആൽക്കഹോളായിട്ട് മാറും. അതിന് പുറമെ ഇപ്പം നമ്മൾ ഈ ഐസോപ്രൊപ്പനോളിനെ സാക്രിഫിഷ്യൽ ആൽക്കഹോൾ എന്നാണ് പറയുന്നത്. അത് സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഇവിടെ കീറ്റോൺ ആൽക്കഹോളായിട്ട് മാറുന്നത്. അപ്പോൾ ഈ ഐസോപ്രൊപ്പനോൾ അതിൻ്റെ കറസ്പോണ്ടിങ് കീറ്റോൺ അസറ്റോൺ ആയിട്ട് മാറുന്നുണ്ട്. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ മെക്കാനിസം വരുന്നത് എന്ന് നോക്കാം നമുക്ക്. മെക്കാനിസത്തിൽ ദ റിയാക്ഷൻ പ്രൊസീഡ്സ് വിത്ത് ദ ഫോർമേഷൻ ഓഫ് കോർഡിനേഷൻ ബോണ്ട് ബിറ്റ്വീൻ കാർബണൈൽ ഓക്സിജൻ ആൻഡ് അലുമിനിയം. ഫസ്റ്റ് നമ്മൾ സൈക്കിളിൽ 1 എന്ന് പറയുന്നത് അലുമിനിയം ഐസോപ്രൊപ്പോക്സൈഡ് ആണ്. അത് കീറ്റോണുമായിട്ട് റിയാക്ട് ചെയ്താൽ ആദ്യം എന്താണ്? കാർബണൈൽ ഓക്സിജനും അലുമിനിയവും തമ്മിൽ ഒരു കോർഡിനേഷൻ ബോണ്ട് ഫോം ചെയ്യും. എന്നിട്ട് പിന്നെ അവിടെ എന്ത് സംഭവിക്കണം? അപ്പോൾ കോർഡിനേഷൻ ബോണ്ടിൽ ഈ R3 R4 വരുന്ന റൈറ്റ് സൈഡിലുള്ളതാണ് നമ്മളെ കീറ്റോണിൻ്റെ പാർട്ട്. അപ്പോൾ അവിടെ C ഡബിൾ ബോണ്ട് O, ആ ഓക്സിജൻ അലുമിനിയമായിട്ട് ബോണ്ട് ഫോം ചെയ്തേക്കാണ്. ഇനി അവിടെ ഒരു 6 മെമ്പേർഡ് റിംഗ് ആണ്. ഇപ്പുറത്തുള്ള ഒരു ഐസോപ്രൊപ്പോക്സൈഡ് നമ്മളെ കീറ്റോൺ അലുമിനിയത്തിലേക്ക് കോർഡിനേഷൻ ബോണ്ട് ഫോം ചെയ്തതും അവിടെ ആ ഐസോപ്രൊപ്പോക്സൈഡിലുള്ള ഹൈഡ്രജൻ നമ്മളെ കാർബണിൻ്റെ അടുത്ത് അങ്ങോട്ട് ഷിഫ്റ്റ് നടക്കുന്ന രീതിയിൽ ഒരു 6 മെമ്പേർഡ് റിംഗ് ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്തിട്ടാണ് റിയാക്ഷൻ മുന്നോട്ട് പോകുന്നത്. This is followed by an intermolecular transfer of hydride ion from the carbinol carbon to the carbonyl carbon, which simultaneously reduces a molecule of carbonyl compound and oxidizes an isopropoxide group to acetone. അപ്പം കാർബണൈൽ കാർബണിനെ റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഈ അലുമിനിയത്തിലുള്ള ഐസോപ്രൊപ്പോക്സൈഡ് ഗ്രൂപ്പ് ഓക്സിഡൈസ് ചെയ്തിട്ട് അസറ്റോൺ ആയിട്ട് മാറുന്നുണ്ട്. Thus the reaction involves at cyclic transition state. ഓക്കെ, ഇത്രയാണ് മെക്കാനിസത്തിൽ പറയാനുള്ളത്. Modified MPV reduction has been developed which results in extremely rapid conversion of aldehydes and ketones to corresponding carbinol at room temperature by adding TFA, trifluoroacetic acid, to aluminum isopropoxide. ഇതൊരു മോഡിഫിക്കേഷൻ ആണ്.
ഇനി MPV റിഡക്ഷൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം, അപ്ലിക്കേഷൻസ് ഒക്കെ നോക്കാം. അപ്പം അപ്ലിക്കേഷൻ പറയുമ്പോൾ ദിസ് മെത്തേഡ് ഈസ് specific for carbonyl group and therefore it can be used for reducing aldehydes and ketones containing some other reducible group. ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ നൈട്രോ ഗ്രൂപ്പോ എസ്റ്റർ ഗ്രൂപ്പോ ഒക്കെ പ്രസൻ്റ് ആയിട്ടുണ്ടെങ്കിലും ഇത് ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ ഈ രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പിനെ മാത്രമേ ഇവിടെ എന്ത് നടക്കുന്നുള്ളൂ, റിഡക്ഷൻ നടക്കുന്നുള്ളൂ. അപ്പം ഒരു ക്രോട്ടനാൽഡിഹൈഡ് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ക്രോട്ടനാൽഡിഹൈഡ് എന്താണ്, സി ഡബിൾ ബോണ്ട് സി ഉണ്ട്. ആ ഡബിൾ ബോണ്ടിനെ എഫക്റ്റ് ചെയ്യാണ്ട് ആ ആൽഡിഹൈഡിനെ ക്രോട്ടൈൽ ആൽക്കഹോളാക്കി മാറ്റുന്നത് ഇതിൻ്റെ റിയാക്ഷനാണ്. അപ്പോൾ ഡബിൾ ബോണ്ട് ഫങ്ഷനാലിറ്റീനെ MPV റിഡക്ഷൻ വഴി റെഡ്യൂസ് ചെയ്യാൻ സാധിക്കില്ല. നെക്സ്റ്റ് 1-2 എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. പാരാനൈട്രോ ബെൻസാൽഡിഹൈഡ്, നൈട്രോ ഗ്രൂപ്പ് ഉണ്ട്, അരോമാറ്റിക് റിംഗ് ഉണ്ട്. ഇതിനൊന്നും റിഡക്ഷൻ നടത്താതെ ആ ആൽഡിഹൈഡ് ഗ്രൂപ്പിനെ മാത്രം പാരാനൈട്രോ ബെൻസൈൽ ആൽക്കഹോളാക്കി മാറ്റി ആൽഡിഹൈഡിനെ ആൽക്കഹോളാക്കി മാത്രം കൺവേർഷൻ നടത്തുകയാണ് ചെയ്യുന്നത്. വേറൊരു എക്സാമ്പിൾ ബ്രോമോ അസറ്റോഫിനോണിൽ അരോമാറ്റിക് റിങ്ങിനെ എഫക്റ്റ് ചെയ്യാണ്ട് ആ കാർബണൈൽ ഗ്രൂപ്പിനെ മാത്രം ആൽക്കഹോൾ എൻറ്റൈറ്റി ആക്കി മാറ്റിയാണ് ഇവിടെ റിയാക്ഷനിൽ നടന്നിട്ടുള്ളത്. വേറെ റിയാക്ഷനാണ് ഈസ്ട്രാഡയോളിൽ നമ്മൾ MPV റിഡക്ഷൻ നടത്തിയാൽ ആ സി ഡബിൾ ബോണ്ട് O ഗ്രൂപ്പ് എന്തായിട്ട് മാറും, CHOH ആയിട്ട് മാറും. കാരണം നമുക്ക് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്തൊരു ക്ലാസ്സിലായിട്ട് ഡിസ്കഷൻ നടത്താം. ഓക്കെ, താങ്ക് യു.